സാർ. ഗുഡ് ഈവനിങ് അർച്ചന. സാർ ഞാൻ ഇങ്ങനെ മോഡേൺ ഇന്ത്യ ഒക്കെ വായിച്ച് വരുമായിരുന്നു. ആ. അപ്പൊ അതിന് കുറച്ച് ഡൗട്ട്സ് വന്നു. അപ്പൊ Okay. ഞാനതൊരു വ്യക്തമാക്കാൻ വേണ്ടിയാണ് വന്നത്. ഓക്കെ ഓക്കെ. എന്റെ ഒന്നാമത്തെ ഡൗട്ട് എന്ന് വെച്ചാൽ സാറേ, ഇപ്പം 1835 കാലഘട്ടത്തില് ഉം. വില്യം ബെന്റിക്കൊക്കെ ഉള്ള സമയത്ത് ഉം. പുള്ളി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നില്ലേ, ആ. തഗി ആൻഡ് ഡക്കോയിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഡെക്കോയിറ്റി അതെന്താണ് ഡിപ്പാർട്ട്മെന്റ്. ഉദ്ദേശിക്കുന്നത്? യെസ്, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഗവർണർ ജനറൽസും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീന്റെ റൂൾ തൊട്ട് ഇങ്ങോട്ടേക്കുള്ള ഗവർണർ ജനറൽസ്, വൈസ്രോയ്സ്, അവരുടെ പ്രധാനപ്പെട്ട റിഫോംസ്, അത് സോഷ്യൽ റിഫോംസ് ആയിരിക്കാം, സിവിൽ റിഫോംസ് ആയിരിക്കാം, റവന്യൂ റിഫോംസ് ആയിരിക്കാം, ജുഡീഷ്യൽ റിഫോംസ് ആയിരിക്കാം, എഡ്യൂക്കേഷണൽ റിഫോംസ് ആയിരിക്കാം. ആ റിഫോംസ് മസ്റ്റായിട്ട് നമ്മൾ നോക്കി പോകണം. അത് UPSCന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്രത്യേകിച്ച് ഈ വില്യം ബെന്റിക് 1833 ചാർട്ടർ ആക്ട് അദ്ദേഹത്തിന്റെ സമയത്താണ്, ഹീസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ സമയത്താണ് ഈ സെൻട്രലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ദെൻ വില്യം ബെന്റിക് ഹിംസെൽഫ് ഈസ് റിഗാർഡഡ് ആസ് ദ വിൻഡ് ഓഫ് ചേഞ്ച്. ഒരുപാട് സോ കോൾഡ് റിഫോംസ് കൊണ്ടുവരുന്നത്, എസ്പെഷ്യലി സദ്യ അബോളിഷൻ ആക്ട് പോലെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത് വില്യം ബെന്റിക്കിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ തഗ്സ് ആൻഡ് ഡെക്കോയിറ്റി ഡിപ്പാർട്ട്മെന്റ് ബേസിക്കലി ഫോം ചെയ്യുന്നത് ദാറ്റ് ഈസ് ടു സപ്രസ് ദ തഗ്സ്. തഗ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബിപിൻ ചന്ദ്ര പറയുന്നത് അത് ഒരു ഹെറിഡിറ്ററി അസാസിൻസ് ആണ്. അവര് ലൈക്ക് എന്താ പറയുക, അവര് പിൽഗ്രിംസ് ആയിട്ട് മെർച്ചൻസ് ഒക്കെ വേഷം മാറി സഞ്ചരിച്ച് ഈ പറയുന്ന ലൈക്ക് മെർച്ചൻസിനെ, ട്രേഡേഴ്സിനെ ഒക്കെ സ്ട്രാങ്കിൾ ചെയ്ത്, ഹാൻഡ്കർച്ചീഫ് ഉപയോഗിച്ച് സ്ട്രാങ്കിൾ ചെയ്ത് കൊന്ന് കൊള്ളയടിക്കുന്ന വിഭാഗമാണ്. അപ്പൊ ഇത് വലിയൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് മാറുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന തഗ്സ് ആൻഡ് ഡെക്കോയിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ഈ വില്യം ഹെൻറി സ്ലീമൻ എന്ന് പറയുന്ന ആളെ അതിന്റെ ഇൻചാർജ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുകയും സൂപ്രണ്ടന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുകയും ഈ ഓപ്പറേഷൻ നടത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അറൗണ്ട് ഒരു 1000-1400ഓളം ഈ തഗ്സിനെ അറസ്റ്റ് ചെയ്യുകയും ഒന്നുകിൽ അവരെ തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ ജീവപര്യന്തം ജയിലിൽ അടയ്ക്കുകയോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. സോ ദാറ്റ് വാസ് ഡൺ ഡ്യൂറിങ് ദ ടൈം ഓഫ് വില്യം ബെന്റിക്. അങ്ങനെ ആ തഗ്സ് ആൻഡ് ഡെക്കോയിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഇദ്ദേഹമായിരുന്നു, ഈ ഹെൻറി സ്ലീമൻ ആയിരുന്നു. ഓക്കെ, ഫൈൻ. എന്റെ രണ്ടാമത്തെ ഡൗട്ട് എന്ന് വെച്ചാൽ, ഇപ്പം ബ്രിട്ടീഷ് ആണെങ്കിലും കുറെ റവന്യൂ സിസ്റ്റംസ് കൊണ്ടുവന്ന കുറെ കാലഘട്ടമായിരുന്നു ആ സമയത്ത്. Okay, okay, okay. അതിലൊന്നാണ് ഇജാറ സിസ്റ്റം. ഇജാറ അപ്പൊ സിസ്റ്റം. എന്താണ് ഇജാറ സിസ്റ്റം? ഇജാറ സിസ്റ്റം ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് റവന്യൂ ഫാമിംഗ്. ഇപ്പോൾ റവന്യൂ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് ഓപ്ഷനിൽ വെച്ചിട്ട് ഹയസ്റ്റ് ബിഡേഴ്സിന് കൊടുക്കുന്നു. അപ്പൊ ഈ ഇജാറാസ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഫാർമേഴ്സ് ആണ്. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റവന്യൂ കളക്ട് ചെയ്ത് സ്റ്റേറ്റിന് കൊടുക്കണം. അപ്പോൾ ദേ ഹൗ ടു കളക്ട് ദ റവന്യൂ ആൻഡ് ദേ ഹൗ ടു ഗിവ് ടു ദ സ്റ്റേറ്റ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജമീന്ദാരി സെറ്റിൽമെന്റ് പോലെയൊക്കെ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവര് ഭയങ്കരമായിട്ടുള്ള ടാക്സ് ബേർഡൻ ഫാർമേഴ്സിന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നു. ഫാർമേഴ്സിനെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യും. കാരണം സ്റ്റേറ്റിനൊരു നിശ്ചിത വിഹിതം കൊടുക്കണം, ബാക്കി കിട്ടുന്നതൊക്കെ അവർക്കാണ്. അപ്പം ദേ സ്റ്റാർട്ടഡ് എക്സ്പ്ലോയിറ്റിംഗ് ദ ഫാർമേഴ്സ്, നോട്ട് ഓൺലി ഫിനാൻഷ്യലി, ഫിസിക്കലി, സെക്ഷലി, ഓൾ ദ വേ. സോ ഇജറ സിസ്റ്റം മുഗൾ എംപയറിന്റെ സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ജഹന്തർ ഷയാണ്. ദെൻ കമ്മിങ് ടു ദിസ് നമ്മുടെ ബംഗാൾ സ്റ്റേറ്റില് മുർഷിദ് കുലി ഖാൻ, നവദിലെ വെല്ലസ്ലി. സോ ദാറ്റ് ഈസ് സംതിങ്. ഇജറ ഈസ് റവന്യൂ ഫാമിംഗ്. ഓക്കെ സാർ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ 18ാം സെഞ്ചുറി ഒക്കെ ആയപ്പോഴത്തേക്ക് ടോൾസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ടോൾസ് ആക്ച്വലി TOLS, ടോൾസ് അല്ലെങ്കിൽ ചതുസ്പതി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ദേ ആർ സെന്റേഴ്സ് ഓഫ് ഹയർ ലേണിംഗ്. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ബൈ, ഇത് ബംഗാളിലെ പ്രസ്ഥാനമാണ്. ബംഗാളിലെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ബ്രാഹ്മിൻസ് തുടങ്ങി വെച്ച സെന്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷനെയാണ് ഈ ടോൾസ് അല്ലെങ്കിൽ ചതുസ്പതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ആൻഡ് അവിടെ പഠിപ്പിക്കുന്നത് ഈ പറയുന്നത് ലൈക്ക് ഭാഷ, ലാംഗ്വേജ്, സാൻസ്ക്രിറ്റ് അല്ലെങ്കിൽ ഫിലോസഫീസ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ, ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ലൈക്ക് ഇന്ത്യൻ ട്രഡീഷണൽ തിങ്സ്, ഓക്കെ, ഒരു ഗുരുകുൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. സോ സെന്റേഴ്സ് ഓഫ് ഹയർ ലേണിംഗ് ഇൻ ബംഗാൾ 18th century started by these Brahmins, that is ടോൾസ് അല്ലെങ്കിൽ ചതുസ്പതി. വേദാസ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഗുരുകുൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, ഓക്കെ, ഒരു സെന്റർ ഓഫ് ലേണിംഗ്, ഹയർ ലേണിംഗ്. ഓക്കെ സാർ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഒരുപാട് ടാക്സും ലെവീസും ഒക്കെ ചാർജ് ചെയ്തിരുന്നു. അതിലൊന്നാണ് ചൗത്തും അതേപോലെ തന്നെ സർദേശ്. അപ്പം അതെന്താണ്? ഇത് ആക്ച്വലി ബ്രിട്ടീഷുമായിട്ട് കണക്ട് ചെയ്യുന്നതല്ല, ഇത് മറാഠാസുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഈ ചൗതും സർദേശ് മുഖിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ശിവജി അല്ല. അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഈ ഡെക്കാനി പെനിൻസുലയില് ഡെക്കാനി റൂളേഴ്സ് ഇത് ലൈക്ക് പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ ദേ ആർ അവെയർ അബൌട്ട് ദിസ് ചൗദ് ആൻഡ് സർദേശ് മുഖി. അത് UPSCയിൽ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, ഇത് സ്റ്റാർട്ട് ചെയ്തത് ശിവജി ആണോ അല്ലയോ എന്നുള്ളത്. ശിവജി സ്റ്റാർട്ട് ചെയ്തല്ല, അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ശിവജി അതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഈ ചൗദും സർദേശ് മുഖിന്റെ പ്രത്യേകത മറാഠ സ്റ്റേറ്റിന്റെ പുറത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ മറാഠ സ്റ്റേറ്റ്, ഔട്ട്സൈഡ് ദ മറാഠ സ്റ്റേറ്റ്. അപ്പൊ ചൗദ് എന്ന് പറയുന്നത് 1/4 ഓഫ് ദ റവന്യൂ ദാറ്റ് ഷുഡ് ബി പെയ്ഡ് ടു ദീസ് മറാഠാസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് മറാത്ത റെയ്ഡ്. ഇനി സർദേശ് മുഖി എന്ന് പറയുന്നത് അഡീഷണൽ
10% levy, that should be paid to Marathas. Wherever Marathas claim their hereditary rights, അവരുടെ സദേശ് അല്ലെങ്കിൽ ഓവർലോഡ്ഷിപ്പ് എവിടേക്കാണോ ശിവജി ക്ലെയിം ചെയ്യുന്നത്, they were supposed to pay extra 10% levy. That is Sardesh Mukhi. But Chaudhum Sardesh Mukhi taxes, Maratha taxes, they imposed on non-Maratha territories. ഓക്കെ സാർ. അതുപോലെ ഒരു ഉൽഗുലാൻ അപ്രൈസിംഗ് എന്ന് പറയില്ലേ, Ah, അപ്പൊ അതെന്താണ് Ulgulan is tracing back to this second half of this 19th century, precisely 1875. Munda rebellion ആണ്. ബിർസ മുണ്ട ക്യാപ്റ്റൻ ആയിട്ടുള്ള മുണ്ട rebellion. അപ്പോൾ മുണ്ടാസ് ഒബ്വിയസ്ലി നമ്മുടെ ട്രൈബൽ പെസൻസ് ആണ്. അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ട് കുൻഖട്ടി സിസ്റ്റം, ജോയിന്റ് ഫാമിംഗ്, ജോയിന്റ് ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ്, ഇതൊക്കെ എൻജോയ് ചെയ്തിരുന്നു. പക്ഷെ ബ്രിട്ടീഷിന്റെ റവന്യൂ പോളിസീസിന്റെ ഭാഗമായിട്ട് പുതിയ ആൾക്കാർ അവരുടെ ടെറിട്ടറിയിലേക്ക് കയറി. അത് ഈ പറയുന്ന ബംഗാളീസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ജമീൻദാർസ്, അല്ലെങ്കിൽ മണി കളക്ടേഴ്സ്, റവന്യൂ കളക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ പുതിയ ആൾക്കാർ വന്നു. അവരുടെ ഒരു ടിപ്പിക്കൽ ട്രഡീഷണൽ പീസ്ഫുൾ വേ ഓഫ് ലൈഫിനെ അഫക്ട് ചെയ്തു. അവരുടെ സ്വന്തം ഭൂമിയിൽ അവർ ടെനൻസ് അറ്റ് വില്ലായിട്ട് മാറുന്നു. അവർ ചൂഷണം ചെയ്യപ്പെടുന്നു. അപ്പോൾ അവരുടെ കൾച്ചർ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, രാജ്യം സംരക്ഷിക്കാൻ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ സ്റ്റാർട്ട് ചെയ്ത റെബലിയൻ. ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ ഏജൻസ് ഓഫ് ദ ബ്രിട്ടീഷ് കമ്പനി. ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദീക്കൂസ്. ദീക്കൂസ് വർ രാവണാസ്, ഓക്കെ, ഔട്ട്സൈഡേഴ്സ്. അവർക്കെതിരെയുള്ള മൂവ്മെന്റ് ആയിരുന്നു. ക്യാപ്റ്റൻ ബിർസ മുണ്ടയായിരുന്നു. അപ്പോൾ ആ മൂവ്മെന്റിനെയാണ് നമ്മൾ ഉൽഗുലാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മുണ്ട റെബലിയൻ ഉൽഗുലാൻ. സന്താൽ ഹൂൾ എന്ന് പറയുന്നതിലെ മുണ്ട റെബലിയൻ ഈസ് ഉൽഗുലാൻ. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പം ഒരുപാട് വാർസ് നടന്നിട്ടുണ്ട്. കർണാടിക് വാർ, അതേപോലെ ആംഗ്ലോ സിഖ് വാർ, ആംഗ്ലോ മൈസൂർ വാർ ഒക്കെ. അപ്പൊ അതിൽ ഈ കർണാടിക് വാർ ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ എന്താ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഈ കർണാട്ടിക് വാർ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഇപ്പൊ യൂറോപ്പിൽ നടന്ന ബ്രിട്ടീഷ് ഫ്രഞ്ച് ടസിൽസ് അല്ലെങ്കിൽ റിവൽറീസിന്റെ റിഫ്ലക്ഷൻ ആണ് മൂന്ന് വാർസും എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഇൻഫാക്ട് ഫസ്റ്റ് കർണാട്ടിക് വാർ ഒബ്വിയസ്ലി യൂറോപ്പിലെ ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ, അത് പൊട്ടിപ്പുറപ്പെട്ടു. ഒബ്വിയസ്ലി അവിടെ ഈ പറയുന്ന മരിയ ടെരേസിന്റെ കാൻഡിഡേഷൻ, ഷീ ഈസ് ദ നെക്സ്റ്റ് ടു ദിസ് ഓസ്ട്രിയൻ ത്രോൺ. അതിൽ ബ്രിട്ടനും ഫ്രാൻസും ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ കോളനീസിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി. സോ ഫസ്റ്റ് കർണാട്ടിക് വാർ ഒബ്വിയസ്ലി ഡ്യൂ ടു വിച്ച് ദീസ് എന്താ പറയുക, ഔട്ട് ബ്രേക്ക് ഓഫ് ദ ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ. പക്ഷെ സെക്കൻഡ് കർണാട്ടിക് വാറിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ ഇന്റർണൽ അഫെയറിൽ ഇന്റർഫിയർ ചെയ്തുകൊണ്ട് സംഭവിച്ചതാണ്. ഒന്ന് ഹൈദരാബാദ് സ്റ്റേറ്റും ഒന്ന് കർണാട്ടിക് സ്റ്റേറ്റും. അപ്പൊ അവിടെ അതിന്റെ സിംഹാസനം ആഗ്രഹിക്കുന്ന ഡിഫറെന്റ് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവർ തമ്മിലുള്ള കടുപിടിയിൽ ബ്രിട്ടീഷും ഫ്രഞ്ചും ഇൻവോൾവ് ചെയ്തു. ഇവൻച്വലി അത് ബ്രിട്ടീഷും ഫ്രഞ്ചും തമ്മിലുള്ള വാറായിട്ട് മാറി. ഇനി തേർഡ് കർണാട്ടിക് വാറിന്റെ റീസൺ ഔട്ട് ബ്രേക്ക് ഓഫ് ദ 7 years വാർ. അപ്പം മൂന്ന് കർണാട്ടിക് വാർസും യൂറോപ്പിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള അടിയുടെ റിഫ്ലക്ഷൻ ആണ് എന്ന് പറയുന്നത് ടെക്നിക്കലി തെറ്റാണ്. ഓക്കെ. അതേപോലെ ഒരു പലതരം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിലൊന്നാണ് ലോട്ടറി കമ്മിറ്റി എന്ന് പറയുന്നത്. 1817 ലോട്ടറി കമ്മിറ്റി. ലോട്ടറി കമ്മിറ്റി എന്ന് പറയുന്നത് ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട്, ശരിയാണ്. എഡ്യൂക്കേഷൻ കമ്മിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ സിവിൽ സർവീസിന്റെ റിഫോംസുമായി ബന്ധപ്പെട്ട കമ്മിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലൈക്ക് എന്താ പറയുക, സോഷ്യൽ റിഫോംസുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഉണ്ട്, കറൻസി കമ്മിറ്റീസ് ഉണ്ട്. സോ മെനി കമ്മിറ്റീസ് ആണ്. അതൊക്കെ UPC ചോദിക്കും. ഫാമിൻ കമ്മിറ്റീസ് ഉണ്ട്, ചോദിക്കാറുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ കമ്മിറ്റീസ് ആണ്. ഈ ലോട്ടറി കമ്മിറ്റി പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബ്രിട്ടീഷ് ഭരണം പിടിച്ചെടുത്തതിന് ശേഷം ആക്ച്വലി ഈ കൽക്കട്ടയുടെ ടൗൺ പ്ലാനിങ്, അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ്ങിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യാനോ, കൽക്കട്ട സിറ്റിനെ നവീകരിക്കാൻ വേണ്ടി, അതിന്റെ ടൗൺ പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കമ്മിറ്റിയാണ് ലോട്ടറി കമ്മിറ്റി. അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ജനങ്ങളുടെ അടുത്തു നിന്നാണ്, ഐ മീൻ ഈ ലോട്ടറി റേസ് ചെയ്ത്, അല്ലെങ്കിൽ ലോട്ടറി ഫണ്ടിലൂടെ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഫണ്ട് റേസ് ചെയ്ത്, ലോട്ടറി നമുക്കറിയാലോ, അതിലൂടെ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഫണ്ട് റേസ് ചെയ്തിട്ട് ലൈക്ക് ടൗൺ പ്ലാനിങ്ങിനുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സോക്കോൾഡ് ഒരു കമ്മിറ്റി, ലോട്ടറി കമ്മിറ്റി, 1870. ഓക്കെ. അതേപോലെ രണ്ട് കോൺസെപ്റ്റ് ആണ് സെമീന്ദാർ, അതേപോലെ തന്നെ ജഗീർദാർ. സെമീന്ദാരി ജഗീർദാരി വീണ്ടും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെമീന്ദാർ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് ആണ്. അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് അവർ ഭൂമി കൈവശം വെക്കുന്ന ആൾക്കാരാണ്. ഹെറിഡിറ്ററി ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. അപ്പൊ അവർക്ക് ലാൻഡ് ഓണർഷിപ്പ് ഉള്ള ആൾക്കാരാണ്. അത് ജന്മജന്മാന്തരങ്ങളായിട്ട്, കാലാകാലങ്ങളായിട്ട് അപ്പനിൽ നിന്ന് മകനിലേക്ക് ഹെറിഡിറ്ററി റൈറ്റ്സ് അവർ എൻജോയ് ചെയ്യുന്നു. അവർക്ക് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പവറും ഉണ്ട്. ഓക്കെ, അപ്പൊ അവർ കുറച്ചും കൂടി പവർഫുൾ ആണ്. ജഗീർദാർ എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലൊക്കെ മൻസാബ് അവാർഡ് ചെയ്യുമ്പോൾ, റാങ്ക് അവാർഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അവരുടെ റാങ്കിന് തത്തുല്യമായിട്ടുള്ള ഭൂമി അവർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ജഗീർസ് കൊടുക്കുന്നു. അതാണ് ജഗീർദാർ. അപ്പൊ മിലിറ്ററി സർവീസസിലോ സിവിൽ സർവീസസിലോ ഉള്ള ഈ നോബൽസിന് കൊടുക്കുന്ന സംഭവമാണ് ജഗീർദാരി, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് ജഗീർദാർ എന്ന് വിശ്വസിച്ചത്.
അത് ഹെറിറ്ററി റൈറ്റ്സ് അല്ല, എപ്പോൾ വേണമെങ്കിലും ലാപ്സ് ചെയ്യാം, അല്ലെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് ശേഷം അത് വേണമെങ്കിൽ ലാപ്സ് ചെയ്യാം. പിന്നെ അവർക്ക് ഈ പറഞ്ഞതുപോലെ ലൈക്ക് എന്താ പറയാ, നമ്മുടെ ജമീന്ദാർസിന്റെ അത്രയും പ്രിവിലേജസും റൈറ്റ്സും അവർക്കില്ല, അല്ലെങ്കിൽ അവരെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ജമീന്ദാരി ഈസ് മോർ എന്താ പറയാ, കുറേം കൂടി ലൈക്ക് ജമീന്ദാർ എന്ന് പറയുന്നത് അയാൾ ഓണറാണ്, ലാൻഡിന്റെ ഓണറാണ്, ഹെറിറ്ററി റൈറ്റ്സ് ഉണ്ട്, അയാൾക്ക് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ കുറേം കൂടി പവർഫുൾ ആണ്. ജഗീർദാരി എന്ന് പറയുന്നത് ആ മൻസാബ് അസൈൻ ചെയ്യുന്നതനുസരിച്ചുള്ള ജഗീർദാർസ് കൊടുക്കുന്നു. സിവിൽ മിലിറ്ററി സർവീസസിലാണ് മോസ്റ്റ്ലി ലൈക്ക് കൊടുക്കുന്നത്. അത് അവരെ ലാൻഡിൽ നിന്ന് ലൈക്ക് അവരുടെ ആ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ലാപ്സ് ആവാം, അല്ലെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട് അതിൽ. ഓക്കെ സാർ, അപ്പൊ എന്റെ അവസാനത്തെ ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പം പോപ്പുലർ ആയിട്ടുള്ള 2 സോഷ്യോ റിഫോം മൂവ്മെന്റ്സ് ഉണ്ട്, ആര്യ സമാജ് അതേപോലെ ബ്രഹ്മ സമാജ്. ഈ ആര്യ സമാജ് ബ്രഹ്മ സമാജ് എന്ന് പറയുമ്പോൾ ബ്രഹ്മ സമാജ് ശരിക്കും റിഫോമിസ്റ്റ് മൂവ്മെന്റ് ആണ്, ആര്യ സമാജ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ബ്രഹ്മ സമാജ് കുറേം കൂടി റാഷണലിസം അല്ലെങ്കിൽ റീസണിങ്, വെസ്റ്റേൺ സയൻസ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഐഡിയാസ് അതിനൊക്കെ എംബ്രേസ് ചെയ്യുന്നതാണ് ബ്രഹ്മ സമാജ്, അല്ലെങ്കിൽ ദ ബിലീവ് ഇൻ ദ സിന്തസിസ് ഓഫ് ബോത്ത്. ആര്യ സമാജ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതിനെ നവീകരിച്ച് അതിനെ റിവൈവ് ചെയ്ത് അതിന്റെ ചീത്ത വശങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ഉള്ളതിനെ നവീകരിച്ചെടുത്ത് അതിലൂടെ കൊണ്ടുവരുന്ന റിനൈൻസൻസ് ആണ് ആര്യ സമാജ്. അപ്പം അതിന് കുറെ അന്തരങ്ങളുണ്ട്, കുറെ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ബേസിക്കലി ഇവിടെ ആര്യ സമാജിന്റെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബേസിക് ഡിഫറൻസ് പറയുകയാണെങ്കിൽ, ഇപ്പൊ വേദാസ് ആർ ഇൻഫാലിബിൾ എന്ന് നമ്മുടെ ആര്യ സമാജ് പറയുമ്പോൾ വേദാസ് ആർ നോട്ട് ഇൻഫാലിബിൾ എന്ന് ബ്രഹ്മ സമാജ്, അവിടെ റീസണിങ്ങിനാണ് കുറെ കൂടി പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ കുറേ കൂടി തനതായിട്ടുള്ള നമ്മുടെ സ്വന്തം കൾച്ചർ, സിവിലൈസേഷൻ, വാല്യൂസ്, ലിറ്ററേച്ചർ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനൊക്കെ കുറേ കൂടി പ്രാധാന്യം കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇതെല്ലാം ആ കാലഘട്ടത്തിലെ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ആണ്. ഇപ്പം ആര്യ സമാജിന്റെ ഉള്ളിലുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ശുദ്ധി പ്രസ്ഥാനം, സ്റ്റാർട്ടഡ് ബൈ സ്വാമി ദയാനന്ദ് സരസ്വതി. ബ്രഹ്മ സമാജ് കുറേ കൂടി റീസണിങ് അല്ലെങ്കിൽ കുറേ കൂടി ഈ വെസ്റ്റേൺ സയൻസ്, വെസ്റ്റേൺ വാല്യൂസ് അതിനൊക്കെ കുറേ കൂടി എന്താ പറയുക, അതിലൊക്കെ കുറേ കൂടി ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഓക്കെ, അതുപോലെ ദർ ആർ മെനി അതർ മൂവ്മെന്റ്സ് ഓൾസോ. ഇപ്പൊ ഡിയോബൻ മൂവ്മെന്റും ആര്യ സമാജ് മൂവ്മെന്റ് ഒക്കെ ശരിക്കും റിവൈവലിസ്റ്റ് ആണെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനാ സമാജും അല്ലെങ്കിൽ ബ്രഹ്മ സമാജൊക്കെ കുറെ കൂടി എന്താണ് നമ്മുടെ റിഫോമിസ്റ്റ് മൂവ്മെന്റ്സ് ആണ്. പിന്നെ അവിടെ നമുക്ക് യങ് ബംഗാൾ മൂവ്മെന്റ്, ഹെൻറി വിവിയൻ ഡെറോഷ്യനെ കാണാൻ പറ്റും. പുള്ളി ഒരു ആംഗ്ലോ ഇന്ത്യൻ ആണ്. പുള്ളി മുന്നോട്ടേക്ക് വെച്ച ഒരു ആശയം ഭയങ്കരമായ റാഡിക്കൽ ചേഞ്ചസ് ആണ്. അപ്പൊ അത് ടൂ മച്ച് റാഡിക്കൽ ആവുമ്പോൾ അത് ഈവൻ കറണ്ട് സൊസൈറ്റിക്ക് പോലും അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഭയങ്കരമായിട്ടുള്ള റാഡിക്കലിസം ഹെൻറി വിവിയൻ ഡെറോഷ്യന്റെ പ്രാർത്ഥനാ സമാജ് യങ് ബംഗാൾ മൂവ്മെന്റിന്റെ പരാജയമായിട്ട് മാറി. സോ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സിൽ നമുക്ക് ഈ പറയുന്ന റിഫോമിസ്റ്റ് മൂവ്മെന്റ്സും ഉണ്ട്, റിവൈവലിസ്റ്റ് മൂവ്മെന്റ്സും ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൂവ്മെന്റ്സ് അതിന്റെയൊക്കെ ക്യാരക്ടർ എന്തായിരുന്നു, അതിന്റെയൊക്കെ ടീച്ചിങ്സ് എന്തായിരുന്നു, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ലീഡേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഈ ഇന്ത്യൻ നാഷണൽ അവേക്കനിങ്ങിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ സാർ, അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ സംശയങ്ങൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നമ്മൾ ഡൗട്ട്സ്, ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാനുള്ളതാണ്, ചോദിച്ച് പോവാൻ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. That itself is a way of revising ourselves for the upcoming exam. Okay, sir. Okay then. Okay.